കൊച്ചിയിൽ വീണ്ടും ഗുണ്ടാവിളയാട്ടവും അതിനെ തുടർന്ന് സിനിമാറ്റിക്കായ പോലീസ് അറസ്റ്റും സംഭവിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ട നേതാവ് മരട് അനീഷ് വീണ്ടും പോലീസിന്റെ പിടിയിലായെന്ന നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നെടുമ്പാശ്ശേരിക്ക് സമീപമുള്ള ഒരു സ്പായിൽ അതിക്രമിച്ചു കയറി അവിടുത്തെ ജീവനക്കാരെയും ഉടമസ്ഥരെയും ഒന്നടങ്കം ഭീഷണിപ്പെടുത്തുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത പരാതിയിലാണ് മരട് അനീഷിനെ പോലീസ് ഇപ്പോൾ ശക്തമായ നടപടിയെടുത്തിരിക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ ഗുണ്ടാ സംഘം സ്പായിൽ അതിക്രമം കാണിച്ചത്. അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ ജീവനക്കാരെ ഭയപ്പെടുത്തുകയും ഭീഷണി മുഴക്കുകയും ചെയ്ത ശേഷം നിയമപാലകരുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാനായിരുന്നു ഇവരുടെ നീക്കം. അതിക്രമം കാണിച്ച ഉടൻ തന്നെ കേരളത്തിൽ നിന്നും തന്ത്രപൂർവ്വം രക്ഷപ്പെട്ട് കാർ മാർഗം മൈസൂരിലേക്ക് കടക്കാനായിരുന്നു മരട് അനീഷിന്റെ ശ്രമം. എന്നാൽ പോലീസിന്റെ കൃത്യമായ ഇൻഫർമേഷൻ നെറ്റ്വർക്കും ശക്തമായ ആസൂത്രണവും കാരണം അതിർത്തി കടക്കും മുൻപ് തന്നെ പ്രതിയെ പോലീസ് അതിസാഹസികമായി വലയിലാക്കുകയായിരുന്നു. മുൻപും പോലീസിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഇയാൾ റിമാൻഡിലായിട്ടുണ്ട്. കോടതി തുടർച്ചയായി സമൻസ് അയച്ചിട്ടും ഹാജരാക്കാത്തതിനെ തുടർന്ന് ഇയാൾക്കെതിരെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കവെയാണ് വീണ്ടും പുതിയൊരു അതിക്രമവുമായി ഇയാൾ രംഗത്തെത്തിയത്. ഇത്തരം ഗുണ്ടാ വിളയാട്ടങ്ങളും ആക്രമണങ്ങളും നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവരും സാധാരണ ജീവനക്കാരും ഇത്തരം മാഫിയ സംഘങ്ങളുടെ ഭീഷണിക്ക് ഇരയാകുന്നത് പൊതുസമൂഹത്തിന്റെ സുരക്ഷയെയും സമാധാനത്തെയും പൂർണ്ണമായി തകർക്കുന്ന ഒന്നാണ്. വധശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, ഗുണ്ടാപിരിവ് ഉൾപ്പെടെ 50-ലധികം കടുത്ത ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാൾ സമൂഹത്തിൽ വീണ്ടും അക്രമം അഴിച്ചുവിടുന്നത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഭീതി ചെറുതല്ല. നിലവിൽ പ്രതിക്കെതിരെ അതിക്രമിച്ചു കയറൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കടുത്ത വകുപ്പുകൾ പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്ത് ശക്തമായ നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. പൊതുജനങ്ങൾ ഇത്തരം ഗുണ്ടാ പിരിവുകൾക്കോ ഭീഷണികൾക്കോ യാതൊരു കാരണവശാലും വഴങ്ങിക്കൊടുക്കരുത്. നിങ്ങളുടെ സ്ഥാപനങ്ങളിലോ പരിസരങ്ങളിലോ ഇത്തരം നിയമവിരുദ്ധമായ അതിക്രമങ്ങളോ ഭീഷണികളോ ഉണ്ടായാൽ ഭയപ്പെടാതെ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും നിയമപരമായ സംരക്ഷണം തേടുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ നാടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇത്തരം ക്രിമിനൽ മാഫിയകൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിനും ഈ വാർത്താ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. കൂടുതൽ ആളുകളിലേക്ക് ഈ ജാഗ്രതാ നിർദ്ദേശം എത്തിക്കുന്നതിനായി ഈ വാർത്ത ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക.